ഹലോ. അപ്പോൾ ഇന്ന് കൊന്തമാസം ആയതുകൊണ്ടും മാതാവിൻ്റെ മാസമായതുകൊണ്ടും ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ വീട്ടിൽ കൊന്തയുണ്ട്, പിന്നെ പ്രദക്ഷിണമുണ്ട്, വീടിൻ്റെ അടുത്തായിട്ട് വീടിൻ്റെ വഴിക്കൂടെ പ്രദക്ഷിണമുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു മിനി വ്ളോഗാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മളതിൻ്റെ കൂടെ പോയതും പ്രദക്ഷിണത്തിന് പോയതും അവിടുത്തെ പരിപാടികളും എല്ലാം ഒത്തിണങ്ങിയൊരു കുഞ്ഞൊരു വീഡിയോ ആണ് ഇന്നത്തെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് നമ്മൾ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. മാതാവിനെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നതും പിന്നെ കുറച്ച് പടക്കൊക്കെ പൊട്ടിച്ച് ആഘോഷിച്ചതും അങ്ങനെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ. മാതാവിൻ്റെ ജപമാല മാസമായ കാരണം ഈ മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക മാസമാണ് നമുക്ക് ക്രിസ്ത്യൻസിന്. അപ്പോൾ ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെയാണ് മാതാവിൻ്റെ മാസമായതുകൊണ്ട്. അപ്പോൾ നമ്മളിത് ആ പടക്കമൊക്കെ പൊട്ടിക്കുന്നു, പ്രദക്ഷിണത്തിന് പോകാൻ റെഡിയായി നിൽക്കുന്നു. അമ്മോട് ചിരിക്കാൻ പറഞ്ഞിട്ട് ഇതാണ് കേട്ടോ അമ്മേരെ എക്സ്പ്രഷൻ. അപ്പോൾ നമ്മളിതാ പോവാണ്. പോണേക്കാളും തൊട്ട് മുന്നേ ഞാൻ അക്കുവിനോട് പറഞ്ഞു വാടാ ഒരു സെൽഫിക്ക് വാടാന്ന് പറഞ്ഞിട്ട് വന്നില്ല. അപ്പം ഞാൻ ഓടിപ്പോയി എടുക്കുകയാണ് അക്കുവിൻ്റെ. അപ്പോൾ അക്കുവാണെങ്കിൽ ആ സ്ഥലത്തേക്ക് ഈ വീട്ടിലാണ് മാതാവിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ആ വീട്ടിൽ അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ അറേഞ്ച്മെൻ്റ് ആയിരുന്നു. എന്താ പറയുക, ഒരു വലിയൊരു സെറ്റ് സ്ഥലം പോലെയായിരുന്നു അവർ ഒരുക്കിയിട്ടുണ്ടായി. അപ്പോൾ ഈ വീട്ടിലായിരുന്നു ജ്യൂസും ഈ പരിപാടികളൊക്കെ കഴിഞ്ഞ് ജ്യൂസും പപ്സൊക്കെ കിട്ടും നമുക്ക്. അപ്പോൾ ഇതാണ് മാതാവിനെ കൊണ്ടുവരുന്ന വീടും സ്ഥലവും. നമ്മുടെ വീട്ടിൽ പിന്നെ പ്രത്യേകിച്ച് കൊന്തയുണ്ടാവും. ഈ വീട്ടിൽ പ്രത്യേകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നേരം പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെ ഇതാണ് അവിടുത്തെ അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്ഥലമായിരുന്നു. സൂപ്പറായിട്ട് അവർ ചെയ്ത് വെച്ചവർ എന്തായാലും അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ പ്രദക്ഷിണത്തിന് പോകാൻ വേണ്ടി ആ വഴിയിലോട്ട് പോവുകയാണ്. അക്കുവാണെങ്കിൽ ഫ്രണ്ടിലോട്ടൊന്ന് ഓടാണ്. പിന്നെ ഓരോ വീട്ടിലും ഓരോ സെറ്റ് പോലെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കാണ്. ഈ വീട്ടിലെന്ന് പറഞ്ഞിട്ട് വഞ്ചിയിൽ എന്തൊരു പാത്രത്തിൽ പോലെ മാതാവിനെ എടുത്ത് വെച്ചിട്ട് ഒരു വൈബാർ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു ഈ വീട്ടിലെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ. പിന്നെ അതാ അകലേന്ന് പ്രാർത്ഥനയും പ്രദക്ഷിണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതാ അങ്ങനെ നമ്മൾ മെഴുകുതിരിയൊക്കെ വെച്ച് അങ്ങനെ നടക്കണം. പിന്നെ അതാ കുഞ്ഞു മാലാകന്മാർ, ഡാൻസ് പ്രോഗ്രാം, അവിടെ നിന്ന് കമ്പിത്തിരിയും മത്താപ്പൂവും ഒക്കെ കത്തിച്ച ആൾക്കാരൊക്കെ വരുന്നുണ്ട് അകലേന്ന്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ആഘോഷങ്ങൾ. ഓരോ നാട്ടിലും ഓരോ ആഘോഷങ്ങളാണിത്. ചെറിയൊരു കുഞ്ഞ് പെരുന്നാളൊക്കെ പോലെ നമുക്ക് വൈബ് ചെയ്യുമെങ്കിലും ഇത് പെരുന്നാളൊന്നല്ല, മാതാവിൻ്റെ മാസമായ കാരണം നമ്മൾ ഒരു ചെറിയൊരു പ്രദക്ഷിണം പോലെ എല്ലാ വീടുകളിലേക്കും വീടിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ പോണതാണ്. ഓരോ യൂണിറ്റ് വൈസായിട്ട് പോണതാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നാലെ നമ്മൾ കയറണം. നമ്മൾ എന്നിട്ട് ഡാൻസും പരിപാടിയും. ഇപ്പോൾ ഓരോ വീട്ടിലും ചിരാതൊക്കെ വാഴപ്പിണ്ടിയിൽ കുത്തി വെച്ചേക്കണ പരിപാടികളാണ്. ഓരോ വീട്ടിലും ഓരോ സെറ്റിങ്സ് പോലെയാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അക്കു ഇതൊക്കെ കണ്ടിട്ട് അതിശയിച്ച് നിൽക്കുകയാണ്. പിന്നെ അവർക്ക് നടക്കാനും കുറച്ച് മടിയുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു എന്താണ് കമ്പിത്തിരിയും മത്താപ്പൂ കളാൻ ആൾ ഭയങ്കര ആകാംക്ഷയിൽ നിൽക്കുകയാണ്, എന്താ സംഭവം എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഫുൾ ടൈം പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആളിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരോടും കൂടുതൽ ആൾക്കാരും വെള്ള കളറ് ഡ്രസ്സാണ് കൂടുതൽ പ്രിഫർ ചെയ്തേക്കണത്. അപ്പോൾ ഞാനപ്പോൾ അവനെയും കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ പരിപാടികളൊക്കെ എല്ലാവർക്കും സൂപ്പറായിട്ട് നടന്നു. ഇതാണ് നമ്മുടെ വീട്ടിലെ പരിപാടികളും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ വീട്ടിലത്തെ കുഞ്ഞിപ്പിണ്ടിയിൽ ചിരാതൊക്കെ വെച്ച് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോവാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ഷെയറും കൂടി ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.